KSRTC ഇതുവരെയുള്ള അതിൻ്റെ മുഖച്ഛായ മാറുകയാണ്. എല്ലാ തരം യാത്രക്കാരെയും, ഗ്രാമപ്രദേശങ്ങളിലെ യാത്രക്കാർ മുതൽ ദീർഘദൂരം പോകുന്ന സ്റ്റുഡൻസ് അടക്കമുള്ള വാഹനമുള്ള എല്ലാവരെയും, കാറുകളുള്ളവർ പോലും കാർ ഉപേക്ഷിച്ച് KSRTCയിൽ വരിക എന്ന ലക്ഷ്യത്തോടെയാണ് ഞങ്ങൾ ഈ ഫ്ലീറ്റ് മോഡേണൈസേഷൻ നടത്തിയത്. 130 കോടിയുടെ വണ്ടിയാണ് വാങ്ങുന്നത് KSRTC. ഈ വർഷം 108 കോടിയും കഴിഞ്ഞ വർഷത്തെ 22 കോടിയും ചേർത്തുകൊണ്ടാണ് ഈ വണ്ടി വരുന്നത്. തുടർച്ചയായി അടുത്ത 6 മാസം വണ്ടികൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. എല്ലാ ബസ് ഡിപ്പോകളിലേക്കും ഈ വണ്ടികൾ പോകും. എയർ കണ്ടീഷൻ വണ്ടികളെല്ലാം ദീർഘദൂര സർവീസായിരിക്കും, അന്തർ സംസ്ഥാന സർവീസായിരിക്കും. ബാംഗ്ലൂരിൽ നിന്നൊക്കെ പലരും എന്നെ, അവിടുത്തെ മലയാളി സംഘടനകളിൽ തന്നെ പലരും വന്ന് ഭാരവാഹികൾ കണ്ടതിന് ശേഷം കേരളത്തിൽ നിന്ന് വരുന്ന വണ്ടികൾ വളരെ ദയനീയമാണ്, ഒരു നല്ല വണ്ടി ഇടണം എന്ന് കഴിഞ്ഞ 1.5-2 വർഷമായിട്ട് പറയുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ സാധിച്ചൊരിത്തിരി സന്തോഷമുണ്ട്. പണ്ട് കണ്ട KSRTCയുടെ ജീവനക്കാരല്ല, ഉദ്യോഗസ്ഥരല്ല, അവരെല്ലാവരും ഉണർന്നിരിക്കുകയാണ്. ഇനി നമ്മൾ മാക്സിമം ആളുകളെ ഇതിലേക്ക് ആകർഷിക്കുക എന്നുള്ളതാണ് ഈ ഒരു ഫ്ലീറ്റ് മോഡേണൈസേഷൻ. ഇപ്പോൾ നമ്മൾ 100ഓളം വണ്ടി, 156 വണ്ടി ഇപ്പോൾ വരുന്നുണ്ട് ആദ്യഘട്ടത്തിൽ. ഈ 156 വണ്ടി വരുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഒരു ദിവസം 50 ലക്ഷം രൂപയുടെ അധിക വരുമാനമാണ് പ്രതീക്ഷിക്കുന്നത്.